मनोभीष्टं स्वयं रूपगदामख्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं भजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्री विशाखानिधांश्च नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामी नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। हे कृष्ण करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांत राधा कांत नमोस्ते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये पांचाकल्पतरुश्च कृपा सिन्धुभ्यो च प्रधानां पावनेभ्यो विष्णुभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत श्रीवास्तव भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे स्वर्धुन्यश्चार्दीरे स्फुरदमदिभिः कुर्मपृष्ठाभगात्रं रम्या रामामृतं सन्मणिकनकमहासत्मसङ्गे परिदं नित्यं प्रध्यालयोद्यत् प्रणयभरलसत् कृष्णसङ्कीर्तनाट्यं श्रीवृन्दाटवी अभिन्नं जगदमनुभवं श्रीजगन्नवद्धिवमीडें श्रीमन्मौक्तिकधामबद्धजिगरं सुस्मेरचन्द्राननं श्रीगन्धागुरुचार्जित्रवसनं शक्तिव्यभूषाञ्चितं नित्यावेशरसानुमोदमधुरं कन्दर्पविशोचनं चैतन्यं कनकद्युतिं जजने संसेव्यमानं भजे मोहावदन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्याय नाम्ने गौरदिशे नमः। എല്ലാ ഭക്തന്മാർക്കും എൻ്റെ വിനീത പ്രണാമം. നമ്മുടെ ഇന്നത്തെ ചരിതാമൃതം ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് നോക്കാൻ പോകുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 17 ശ്ലോകം 254. ഇന്നലെ 253 നോക്കിയായിരുന്നു. അപ്പൊ ഇന്ന് 254 മുതൽ നോക്കാം. ശൂനീകൃത കേലെ സഭാ പടുയരഗണ സഭെ മെലിക്കരെ തഭേ പ്രഭുര നിന്ദന. ശുനി കേൾക്കുക, ക്രോധ കോപിഷ്ടർ കൈല ആയിത്തീർന്നു. സഭ എല്ലാവരും പടുയാര വിദ്യാർത്ഥികളുടെ ഗണം സഭയെ എല്ലാം മേലി ഒന്നിച്ചു ചേർന്ന് കരെ ചെയ്യുക തബെ അപ്പോൾ പ്രഭുര ഭഗവാന്റെ നിന്ദന കുറ്റാരോപണം. വിവർത്തനം. ഈ സംഭവം കേട്ട വിദ്യാർത്ഥികൾ അത്യന്തം കുപിതരാവുകയും ഒത്തുചേർന്ന് മഹാപ്രഭുവിനെ വിമർശിക്കുകയും ചെയ്തു. 255. സഭാദേശ ഭ്രഷ്ടകിലായകലനിമായി ബ്രാഹ്മണമാരിതെ ചാഹേ ധർമ്മഭയനാം. സഭ എല്ലാ ദേശം ഭ്രഷ്ട നശിപ്പിച്ചു, കൈല മാത്രം നിമായി പണ്ഡിതൻ ബ്രാഹ്മണ ഒരു ജാതി ബ്രാഹ്മണൻ മാരിതെ അടിക്കാൻ ചാഹെ ആഗ്രഹിച്ചു. ധാർമ്മിക തത്വങ്ങൾ ഭയം നായി ഇല്ല. അവർ ഇപ്രകാരം കുറ്റപ്പെടുത്തി, നിമായി പണ്ഡിതൻ എന്ന ഏക വ്യക്തി ഈ ദേശത്തെ മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു ബ്രാഹ്മണനെ പ്രഹരിക്കണമത്രേ. ധാർമ്മിക തത്വങ്ങളോട് യാതൊരു ഭയവുമില്ല. ഭാവാർത്ഥം. അക്കാലത്തും ജാതി ബ്രാഹ്മണർ അഹങ്കാരികളായിരുന്നു. ഒരാചാര്യൽ നിന്നോ ഗുരുവിൽ നിന്നോ ശിക്ഷീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ശ്ലോകം 256. പുനയതി ഐച്ചേക്കരെ മാരി ബതഹരെ കോനുവ മനുഷ്യഹയക്കി കരിത്തെ പറേ. പുനഃ വീണ്ടും യതി എങ്കിൽ ഐച്ചേ അതുപോലെ കരെ ചെയ്തു മാരിബ അടിക്കാം തഹരെ അദ്ദേഹത്തെ കോൻ ആര് വ അല്ലെങ്കിൽ മനുഷ്യൻ ഹയ ആകുന്നു കി എന്ത് കരുതെ ചെയ്യാൻ പാരെ കഴിയും. വിവർത്തനം. അദ്ദേഹത്തിൽ നിന്ന് ഇനിയും ഇത്തരം ആക്രമങ്ങൾ ഉണ്ടായാൽ നാം തിരിച്ചടിച്ച് പകരം വീട്ടുക തന്നെ ചെയ്യും. നമ്മെ ഇവിധം തടയാൻ തക്കതായ എന്ത് വിഷയങ്ങൾ പ്രാധാന്യമാണ് ഇദ്ദേഹത്തിനുള്ളത്. പ്രഭുര നിന്ദായ സബര ബുദ്ധി ഹൈലനാശ സുപഠിത വിദ്യാകാരവു നാ ഹയ പ്രകാശ. ശ്ലോകം 257.
പ്രഭുവിന്റെ നിന്ദായ കുറ്റപ്പെടുത്തലിൽ സവാര എല്ലാവരുടെയും ബുദ്ധി ഹൈലായിത്തീർന്നു, നശിച്ചു. സുപഠിത നന്നായി പഠിച്ചു, വിദ്യ അറിവ്, കർവ് എല്ലാവരുടെയും അല്ല ഹയ ആയിത്തീർന്നു, പ്രകാശ പ്രകടമായി വിവർത്തനം. ഇപ്രകാരം ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ വിമർശിക്കും വിധം തീരുമാനമെടുത്ത വിദ്യാർത്ഥികൾക്കെല്ലാം ബുദ്ധിനാശം സംഭവിച്ചു. അവർ പണ്ഡിതന്മാരായിരുന്നുവെങ്കിലും ഈ അപരാധ നിമിത്തം അറിവിന്റെ അന്തസ്സത്ത് അവരിൽ പ്രകാശിച്ചില്ല. ഭാവാർത്ഥം. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു, മായ അപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിത. ഒരുവൻ പരമദിവ്യത്വ പുരുഷനോട് ശത്രുത പുലർത്തുമ്പോൾ, നിരീശ്വരത്വ മനോഭാവം അല്ലെങ്കിൽ ആസുരഭാവം സ്വീകരിക്കുമ്പോൾ, അവൻ അഭിജ്ഞനായ പണ്ഡിതനാണെങ്കിൽ പോലും അവ സ്വീകരിക്കുന്ന ഒരുവൻ ഭക്തി സേവനം പഠിക്കുകയും വിജയശീലാളിതനാവുകയും ചെയ്യുന്നു. വളരെ ഗർഭിഷ്ഠനായ ഒരുവന് ഗുരുവിനോ ഭഗവാനോ ശരണാഗതി പോകാൻ കഴിയില്ല. അപ്രകാരം അവന് വേദവിജ്ഞാനത്തിന്റെ ഉത്ഭവം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ശ്രീമദ് ഭാഗവതം 11.18, അതായത് 11-ാം സ്കന്ധം 11-ാം അധ്യായം 18-ാം ശ്ലോകം. ശബ്ദ ബ്രഹ്മണി നിഷ്ണാതോ ന നിഷ്ണായത പരയതി ശ്രമത്തസ്യ ശ്രമഫലോ ഹി അധേനം ഇവ രക്ഷതഃ. ഒരുവൻ വേദഗ്രന്ഥങ്ങൾ പഠിക്കുകയും അതേസമയം വിഷ്ണു ഭഗവാന്റെ ഭക്തനല്ലാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അയാൾ വൃഥാ സമയം പാഴാക്കുകയാണ്. പാൽ തരാത്ത പശുവിനെ പരിപാലിക്കുന്നത് പോലെ ശരണാഗതി പ്രക്രിയ പിന്തുടരാതിരിക്കുകയും ഔദ്യോഗിക ജീവിതത്തിൽ മാത്രം തൽപരനാവുകയും ചെയ്യുന്ന ഒരുവന് പുരോഗതിക്ക് വകയില്ല. ഒന്നും നേടാത്ത അധ്വാനം മാത്രമാണ് അവന്റെ ലാഭം. ഒരുവൻ ഗുരുവിനെ വിഷ്ണുവിനെ ആത്മസമർപ്പണം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അവന്റെ ജ്ഞാനാർജനം കേവലം അധ്വാനവും സമയവും പാഴാക്കലും മാത്രമാണ്. അപ്പൊ നമ്മളിപ്പോ എന്ത് സംഭവത്തിനെ പറ്റിയാ പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾക്ക് പറയാമോ എന്താണ് ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതെന്ന്? ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറയൂ. എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം ഇത്രയും ഒരു സംഭവം ഉണ്ടാവാൻ കാരണം, ഇതിന്റെ പശ്ചാത്തലം എന്താണ്? അവർക്ക് ഓർമ്മയുണ്ടോ ഇന്നലെ കേട്ടവർക്ക്? ഹരേ കൃഷ്ണ. അറിയില്ലേ? ആർക്കെങ്കിലും പറയാമോ? ഹരേ കൃഷ്ണ. ശരി, ഞാൻ തന്നെ പറയും. മഹാപ്രഭു ഭക്തി പരിവേഷത്താൽ അവിടെ ഇരുന്ന് ഗോപി ഗോപി എന്ന് പറഞ്ഞു അല്ലെ, ഗോപികമാരെ വിളിച്ചിങ്ങനെ കരഞ്ഞപ്പോ അത് കണ്ട ഒരു സ്റ്റുഡന്റ്, അദ്ദേഹത്തിന്റെ ശിഷ്യൻ, ഒന്നും മനസ്സിലാക്കാത്ത ഒരു മൂടനാട്ടിലെ ശിഷ്യൻ അദ്ദേഹം ചോദ്യം ചെയ്തു, കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞവർ എന്തിനാ ഗോപിയുടെ പേര് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു? ഒരിക്കലും ഒരു ഹൃദയശുദ്ധി ഇല്ലാത്തൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പരിശുദ്ധ ഭക്തനാവാത്ത ഒരാൾക്ക് ഒരിക്കലും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ? ബഹുനാം ജന്മനാം വന്ദേ ജ്ഞാനവാൻ മാം പ്രപദ്യന്തേ. അത് മാത്രമല്ല, ഗുരുവിനെ പഠിപ്പിക്കുന്ന ശിഷ്യന്മാരുണ്ടെന്ന് കലിയുഗത്തിലുള്ള അല്ലെ. ഓരോരുത്തർ ഒരു ചോദ്യമായിട്ട് വരുന്ന ആത്മീയ ഗുരുക്കന്മാർക്ക് വരുന്നതായാലും അവരുടെ അറിവ് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. സ്വയം അറിവ് നേടുക എന്നുള്ളതിന് പകരം മറ്റുള്ളവരെ പരീക്ഷിക്കുക. ഇദ്ദേഹത്തിന് എത്ര ഗുരുവായിട്ടിരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്ര ഒരു ആചാര്യ സ്ഥാനത്തിരിക്കുന്നുണ്ടല്ലോ, ഇദ്ദേഹത്തിന് എങ്ങനെ നമുക്ക് ചോദ്യം ചോദിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ അപമാനിക്കാം? ഇതൊക്കെയാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ് വരുന്നവരുടെ, ആത്മീയ അന്വേഷികളായിട്ട് വേഷം കെട്ടി വരുന്നവരുടെ പ്രധാന ലക്ഷ്യം. പല ഉത്തരമുട്ടിയ ചോദ്യങ്ങളും ചോദിക്കുക. അവർക്ക് അറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ശരിക്കും അറിവ് നേടി എന്താ പറയാ, ആത്മീയമായിട്ട് ഉയരാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ തരം ചോദ്യം ഉണ്ടാവും. മറ്റൊന്ന്, ഇതുപോലെ മറ്റുള്ളവരെ പരീക്ഷിക്കുക, അവരുടെ അറിവ് നേടുക എന്നൊക്കെയുള്ള ഒരു ധാരണയോട് കൂടി ആത്മീയ ഗുരുക്കന്മാരെയും മറ്റു പണ്ഡിതന്മാരെയും സമീപിക്കുന്നവരുണ്ട്. ഇവിടെ ശിഷ്യൻ
മഹാപ്രഭുവിന്റെ ആ ഒരു അവസ്ഥ, അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ, ഹൃദയം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹത്തിനെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മഹാപ്രഭു ഒരു വടിയെടുത്ത് അയാളെ അടിക്കാനായിട്ട് ഓടിക്കുകയാണ്. ഇത്രയും ശാന്തനായിട്ടുള്ള മഹാപ്രഭു എന്താ പറയാ, വടിയെടുത്ത് ഓടിക്കണമെങ്കിൽ അതിനും തക്കതായ കാരണം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇയാൾ ഓടിച്ചെന്ന് 1000 ശിഷ്യന്മാർ അല്ലെങ്കിൽ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ചെന്ന് ഓടിച്ചെന്ന് എത്തി. അവിടെ ഈ സംഭവം പറയാണ്, ഇങ്ങനെ നിമായി പണ്ഡിതനെ അടിക്കാൻ ഓടിച്ചു. അത് ഞാൻ ബ്രാഹ്മണനാണ്, എന്നെങ്ങനെ അടിക്കാനായിട്ട് ഓടിച്ചു, എന്ത് ന്യായമാണത്, ബ്രാഹ്മണൻ ആരെങ്കിലും ഉപദ്രവിക്കും അങ്ങനെ, അത് പറഞ്ഞ് അവിടെ പ്രശ്നം ഉണ്ടാക്കി. ഈ നവദ്വീപ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന നവദ്വീപ് അല്ല. 500 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുന്നത് കാശി, കാശ്മീർ, നവദ്വീപ്, ഇത് മൂന്നും വേദവിജ്ഞാനത്തിന്റെ മഹാകേന്ദ്രങ്ങളായിരുന്നു. രാജ്യത്തിന്റെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാര് ഉന്നത വിദ്യാഭ്യാസം നേടാനായിട്ട് എത്തുന്ന, ഈ ഹയർ സ്റ്റഡീസിനൊക്കെ നമ്മൾ ഇന്ന് പല സ്ഥലങ്ങളിലും വിദേശത്തൊക്കെ പോകുന്ന പോലെ വിജ്ഞാനം നേടിയ ആൾക്കാർ അതിന്റെ ഉപരിപഠനത്തിനായിട്ടൊക്കെ എത്തുന്ന സ്ഥലമായിരുന്നു. ഇത്രയും ശിഷ്യന്മാർ, ഒരു യൂണിവേഴ്സിറ്റി പോലെ ആയിരുന്നു നവദ്വീപൊക്കെ ആ കാലഘട്ടത്തിൽ. അപ്പോ അതുകൊണ്ടാണ് 1000 ശിഷ്യന്മാരെ കൂടെ ഉണ്ടായിരുന്നത്, സ്റ്റുഡൻസ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഇവരെല്ലാം കൂടെ പറയുന്ന അവരുടെ എന്താ പറയാ, അവരുടെ റിയാക്ഷൻസ് ആണ് ഇതൊക്കെ. അങ്ങനെ അടിക്കാൻ വന്നില്ല. അപ്പൊ പ്രഭുപാദ് പറയുന്നുണ്ട്, പണ്ടും ജാതി ബ്രാഹ്മണർ എന്ന് പറയുന്നത് അല്ലെ, ജാതി കൊണ്ടാരും ജന്മം കൊണ്ടാരും ബ്രാഹ്മണരാകുന്നില്ല. ഗുണകർമ്മ വിഭാഗശ, അവനവന്റെ ഗുണവും ബോധ നിലവാരവും പ്രവൃത്തികളും കൊണ്ടൊക്കെയാണ് ഒരാള് ഓരോ വർണ്ണങ്ങളിൽ പെടുന്നത്. ജാതി എന്നും പറയാൻ പാടില്ല, വർണ്ണം എന്നാ പറയണം. ശാസ്ത്രങ്ങളുടെ അടുത്തും ജാതി എന്നൊരു സംഭവം പറയുന്നില്ല, ചാതുർവർണ്ണ്യം എന്നാ പറയണം. വർണ്ണ്യം, 4 വർണ്ണങ്ങള്. അതിപ്പോ എല്ലാ നാട്ടിലും എല്ലാ രാജ്യത്തും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവും. അത് സമൂഹത്തിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനത്തെ ക്ലാസിഫിക്കേഷൻ. നമ്മളിപ്പോ സർക്കാർ ഓഫീസിൽ പോയാലും അല്ലെ, പലതരത്തിലുള്ള തസ്തികകൾ ഉണ്ടാവും. ഗ്രേഡ് 2, ഗ്രേഡ് 1 അല്ലെ. അതൊക്കെ എന്തിനാ വെച്ചാൽ അവർ നല്ല നടത്തിപ്പിന് വേണ്ടി, സമൂഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഓഫീസിന്റെ നല്ലൊരു നടത്തിപ്പിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ആരെ വില കുറച്ച് കാണാനോ ഒന്നുമല്ല. എന്ന് പറയുമ്പോൾ ഈ ചാതുർവർണ്ണത്തില് പക്ഷെ ബ്രാഹ്മണർ എങ്ങനെയോ കാലക്രമേണ അവരൊക്കെ, അല്ലെങ്കിൽ ബ്രാഹ്മണര് ഒരു ജാതിയായിട്ട് മാറി. ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണൻ എന്നുള്ള രീതിയിൽ അങ്ങനെ അവർ അഹങ്കരിക്കുക. അവരുടെ ആ ഒരു എന്താ പറയാ, ജന്മത്തില് എന്താ പറയാ, സോക്കാൾഡ് ഉന്നത കുലജാതരാണെന്നുള്ള ധാരണയിൽ അവര് അഹങ്കരിച്ചു, ആരെയും അംഗീകരിക്കുകയും ഇല്ല. അപ്പൊ അന്നും അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെ തന്നെ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോ എന്തെങ്കിലും പറയാൻ പോലും അതൊക്കെ ഞങ്ങൾക്ക് ബ്രാഹ്മണരാണ്, നിങ്ങള് ഒന്നും പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ള രീതിയിൽ. പക്ഷെ അന്ന് എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ചോദ്യചിഹ്നമാണ്. ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്ന് ഇംഗ്ലീഷ് പറയില്ലേ, നിങ്ങൾ ഇതിലാണ്, ഞങ്ങൾ ഇതൊക്കെ ചെയ്താൽ മതി എന്നൊരു അഭിപ്രായമാണ് അവർ പൊതുവെ പറയാ. ഇവിടെ പറയുന്നുണ്ട് ഭഗവത്ഗീതയില് മായ അപഹൃതജ്ഞാന, സ്വന്തം ബുദ്ധി മായയിൽ അപഹരിക്കപ്പെട്ട ഒരു വ്യക്തി, അല്ലെങ്കിൽ ആശ്രിത മനോഭാവം പുലർത്തുന്ന വ്യക്തികൾ, ഇവരൊക്കെയാണ് ശരിക്കും അവരുടെ ആ ബുദ്ധിയും അറിവൊന്നും ഒരു ഉപയോഗമില്ലാതെ പോകും. എന്തിനാണ് പഠിക്കുന്നത് അല്ലെ, വേദങ്ങളും ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നതും അതിന്റെ ലക്ഷ്യവും വേദശ സർവേർ അഹമേവ വേദ്യ, എല്ലാ വേദശാസ്ത്രങ്ങൾ കൊണ്ടും ഉപനിഷത്ത് കൊണ്ടും ഇതെല്ലാം കൊണ്ടും മനസ്സിലാക്കേണ്ടത് ആരെയാണ്? സാക്ഷാൽ പരമപുരുഷായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെ തന്നെയാണ്. ഇതൊക്കെ പഠിച്ച് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും കൃഷ്ണനെതിരായിട്ട് അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കാതെ ഭഗവാനെതിരായിട്ട് വിദ്വേഷം അല്ലെങ്കിൽ ഭഗവാനെ വിശ്വസിക്കാതിരുന്നാൽ അതും കൊണ്ട് ഒരു അർത്ഥമില്ല. എന്ന് വെച്ചാൽ നമ്മൾ പറയും ലോകനം മണ്ഡനം ലോകരഞ്ജനം. അതായത് ഒരു ശവശരീരത്തെ നമ്മൾ കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും എന്താ പറയുക, നവരത്നങ്ങളും സ്വർണവും ഒക്കെ അണിയിച്ച് ഇരുത്തുന്ന പോലെ അത്രേ ഉള്ളൂ. അത് വലിയ ഒരു ഉപയോഗം അതുകൊണ്ടില്ല അല്ലെ. ഈ ശവശരീരത്തിന് എത്ര നാൾ നമ്മൾ എടുത്ത് കൂടെ വയ്ക്കും അല്ലെ. ഇന്നാണെങ്കിൽ 2-3 ദിവസമൊക്കെ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ആണെങ്കിൽ ഫ്രീസറിൽ വെച്ചേക്കും. അല്ലാതെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? പെർമനന്റ് വെക്കാൻ പറ്റില്ലല്ലോ. പെർമനന്റ് വെക്കാൻ പറ്റില്ല, കൊണ്ട് കുഴിച്ചിടുക അല്ലെങ്കിൽ കത്തിച്ചിടുക ചെയ്യും, അത്രേ ഉള്ളൂ. ഇപ്പൊ ശങ്കരാചാര്യ പറയുന്നുണ്ട് ഭജഗോവിന്ദത്തില് അല്ലെ, പ്രാണൻ ശരീരത്തിലുള്ള സമയം വരെ എല്ലാവരും അതിനെ കെട്ടിപ്പിടിക്കുകയും എന്താ പറയുക, സ്നേഹിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഏക നിമിഷമാണ് ആ ശരീരം വിട്ട് ആ ഒരു പ്രാണം പുറത്തു പോകുന്നത്,
അന്ന് മുതൽ അതിന്റെ പേരെന്തായി? ബോഡി എന്നായി അല്ലേ? ശവം എന്നായിട്ട് മാറും അല്ലെ? സാധാരണ നാട്ടിൽ മരിച്ചു കഴിയുമ്പോൾ പറയില്ലേ, ആ ബോഡി എപ്പോ എത്തും അല്ലെ? അല്ലെങ്കിൽ എന്തുവാ നമ്മൾ സാധാരണ തിരുവനന്തപുരത്തേക്കാണ് പ്രേതം എന്ന് പറയും അല്ലേ? ആ പ്രേതം കൊണ്ടുവന്നാ ശരി. അപ്പം ഈ ബോഡി എന്നോ പ്രേതം എന്നോ ശവം എന്നൊക്കെ ആയിരിക്കും പിന്നെ അതിന്റെ പേര്. എന്ന് പറയുമ്പോൾ നമ്മള് ഭഗവാനെ ചേർത്ത് വെക്കാതെ, ഭഗവാനെ പറ്റി മനസ്സിലാക്കാതെ എന്തൊക്കെ ജ്ഞാനം, എന്തൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിലും അത് ഭഗവാന്റെ എന്താ പറയുക സകല ഭഗവാനെ മനസ്സിലാക്കാനോ ഭഗവാനെ സേവിക്കാനോ അത് ഉപയോഗിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഓരോ ഉപയോഗവും സ്വയം നാശത്തിലേക്ക് മാത്രമേ അത് നയിക്കൂ. നമ്മുടെ ഒരിക്കലും ഒരു ആത്മീയ ഉന്നതിയിലേക്കോ തിരിച്ച് ഈ ജന്മ മരണചക്രങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് ഉന്നത ധാമങ്ങളിലേക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനൊന്നും നമ്മളെ സഹായിക്കില്ല. എല്ലാ യോഗ രഹസ്യങ്ങളും യോഗ തത്വങ്ങളും ജ്ഞാനവും, ജ്ഞാനയോഗ ആയാലും കർമ്മയോഗ ആയാലും ഹഠയോഗ ആയാലും ഏത് യോഗ ആയാലും ഇതെല്ലാം ആത്യന്തികമായിട്ട് ചെന്നെത്തേണ്ടത് കൃഷ്ണനിലേക്കാണ്. അപ്പൊ ആ കൃഷ്ണനിലേക്ക് എത്തിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിൽ എന്തെങ്കിലും പ്രയോജനമുണ്ട്? അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരു എന്താ പറയാ, ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് യജ്ഞം ചെയ്യാനാണ്. യജ്ഞം എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, ആ കുറച്ച് അഗ്നിയിൽ തീയിൽ നെയ്യൊഴിച്ച് പുകയും കുറച്ച് തീ വളർത്തുന്നതും അത് മാത്രമാണ് നമ്മൾ യജ്ഞം സാധാരണ പൊതുവെ ഒരു ധാരണ അല്ല. യജ്ഞം എന്ന് പറഞ്ഞ ഗീതാശ്ലോകം അധ്യായം 3 ശ്ലോകം 10 പറയുന്നുണ്ട്, പ്രജാപതിയായിട്ടുള്ള ഭഗവാൻ വിഷ്ണു ഈ ഭൂമിയിലേക്ക് അയച്ചു എന്തിനാണ് നമ്മളെ എന്നുള്ളത്. അതിൽ പ്രഭുകൾ വിശദമായിട്ട് പറയുന്നുണ്ട്. യജ്ഞം എന്ന് പറഞ്ഞാൽ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിനെ അല്ലെങ്കിൽ കൃഷ്ണനെ തൃപ്തിപ്പെടുത്തുന്ന യാതൊരു പ്രവൃത്തിയാണോ അതിനാണ് യജ്ഞം എന്ന് പറയുന്നത്. ജ്ഞാനയജ്ഞം അത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന, ശാസ്ത്രം പഠിച്ച് ഭഗവാന്റെ സേവിക്കുക, ഭഗവാന്റെ ഗുണനാമ ലീലകൾ വർണ്ണിക്കുന്ന കാര്യങ്ങൾ, ഭഗവാന്റെ ആ മഹത്വം മനസ്സിലാക്കുന്ന ജ്ഞാനം, അതിന് ജ്ഞാനയജ്ഞമായിട്ട് എടുക്കാം. നമുക്ക് ഭഗവാൻ ചെയ്യുന്ന ഏതൊരു സേവനവും, നമ്മുടെ അമ്പലങ്ങളിൽ ചെയ്യുന്ന സേവനങ്ങൾ അല്ലെ, നമ്മള് വായ കൊണ്ട് ചെയ്യുന്ന, നാക്ക് കൊണ്ട് അല്ലെ, വാക്കുകൾ കൊണ്ട് ചെയ്യുന്ന സേവനം അല്ലെ, ഭഗവാന്റെ ഭക്തി പ്രചരണം, നാമസങ്കീർത്തനം, നാമജപം, പ്രസാദ സേവ, ഇതെല്ലാം നമ്മുടെ നാവിനെ അതിലേക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ കൈകൾ കൊണ്ട് ഭഗവാന്റെ ക്ഷേത്രം വൃത്തിയാക്കുക അല്ലെ, ശ്രീവിഗ്രഹം വൃത്തിയാക്കുക, ഭഗവാൻ അഭിഷേകം ചെയ്യുക, ഭഗവാന് വേണ്ടി പാചകം ചെയ്യുക, അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൈകൾ കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ കാലുകള് ഭഗവാന്റെ അല്ലെ, അംബരീഷ് മഹാരാജൻ പറയുന്നുണ്ട്, കുലശേഖര ചക്രവർത്തിയും പറയുന്നുണ്ട്, ഈ കാലുകൾ കൊണ്ട് ഭഗവാന്റെ മന്ദിരത്തിലേക്കും ഭഗവാന്റെ ദിവ്യധാമങ്ങളിലേക്കും യാത്ര ചെയ്യാനാണ്. മനസ്സ് ഭഗവാനിൽ അർപ്പിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഈ ശിരസ് ഭഗവാന്റെ മുമ്പിൽ പ്രണാമം ചെയ്യാനുള്ളതാണ്. അങ്ങനെ ഋഷികേശ സേവനം ഭക്തി രുചിത, അങ്ങനെ നമ്മുടെ സകല ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവനങ്ങളിലേക്ക് ഏർപ്പെടുത്തണം. ഋഷികേശ സേവനം. ഋഷികേശൻ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ഭഗവാൻ. ആ ഭഗവാനെ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സേവിക്കുക, അതിനാണ് നമ്മൾ ഇങ്ങോട്ട് അയച്ചേക്കുന്നത്. യഥാർത്ഥത്തില് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ശരിക്കും ഒരു ട്രെയിനിങ് സെന്റർ ആണ് അല്ലെ, ദുർഗുണ പരിഹാര പാഠശാല എന്ന് നമ്മൾ പറയും അല്ലെ, ജുവനൈൽ ഹോം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കുറ്റം ചെയ്ത് അവരെ കൊണ്ട് പാർപ്പിക്കുന്ന സ്ഥലമാണ് അല്ലെ, കുട്ടികളുടെ ജയില്, തിരുവനന്തപുരത്ത് കണ്ടത് ജുവനൈൽ ഹോം. പക്ഷെ നമ്മള് ഇങ്ങോട്ട് അയച്ചിട്ട് നമ്മൾ നന്നാവുന്നുണ്ടോ? അതാണ് ചോദ്യം. ദുർഗുണ പരിഹാര പാഠശാല അയച്ചിട്ട് ഇവിടെ നമ്മള് മത്സരിക്കണം. ഇവിടെ ഏറ്റവും ദുർഗുണൻ ആരാണെന്ന് ആവാൻ പറ്റും എന്നുള്ളൊരു മത്സരമാണ്. എത്ര സൽഗുണനാവാൻ പറ്റുന്നുള്ള മത്സരമല്ല, ഇതിൽ ഏറ്റവും ദുർഗുണൻ ആരാവാൻ പറ്റും, ഞാനാണോ നീയാണോ എന്നുള്ള തർക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ഈ എല്ലാ ശക്തിവിശേഷങ്ങളും അല്ലെ, ഭഗവാൻ നമ്മുടെ എല്ലാം തന്നിട്ടുണ്ട് അല്ലെ, വായു, ജലം, അഗ്നി, അതുപോലെ ഫലമൂലാദികള്, എന്തെല്ലാം ഒരു ഒരു ജീവാത്മാവിനോട് എന്താ പറയാ ജീവിക്കാനായിട്ടുള്ള തന്നിട്ട് ഭഗവാൻ അയച്ചൊക്കെയാണ് ഇവിടെ ട്രെയിനിങ്ങിന് വേണ്ടി അല്ലെ. അതായത് നമുക്ക് ഇവിടെ നിന്ന് മോക്ഷം കിട്ടി ഭഗവാന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇതൊക്കെ തന്നെയാണ്, ഭഗവത് സേവനമാണ്. അപ്പൊ ആ ഭഗവത് സേവനം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഇന്ന് കാണുന്നില്ലേ മീഡിയാസിലൊക്കെ, ഈ ടാലന്റ് ഷോസ് ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് അല്ലെ, പാട്ടിന്റെ ആയാലും അഭിനയത്തിന്റെ ആയാലും മിമിക്രി, അങ്ങനെ പല ടാലന്റ് ഷോ, ഇതൊക്കെ അവർക്കൊരു പ്ലാറ്റ്ഫോമാണ്, അവർക്ക് ഇത് പെർഫോം ചെയ്തിട്ട്, അപ്പൊ അങ്ങനത്തെ തന്നൊരു പ്ലാറ്റ്ഫോമാണത്. ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യണം,
നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ പരിശീലനം നേടി നമ്മൾ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള പരിശീലന കേന്ദ്രമാണ് ഇവിടെ. അതിനു പകരം നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മൾ വേറെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അറിവുകളും എല്ലാം നേടിയിട്ട് സാക്ഷാൽ ഭഗവാനെ മനസ്സിലാക്കാതെയോ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുകയോ തിരുനാമം ജപിക്കാതെയോ ഗുണനാമ രൂപ ലീലകൾ കേൾക്കാതെ ചെയ്തിരിക്കുന്ന ആ ഒരു ചെവി എന്ന് പറയുന്നത് നമ്മൾ ഈ പാടത്തെ കാണുന്ന ഞണ്ടിന്റെ തുളയുണ്ടല്ലോ, ഞണ്ടും കുഴി എന്ന് പറയില്ലേ, അല്ലെങ്കിൽ സർപ്പത്തിന്റെ മാളങ്ങൾ പോലെ അതുപോലെയാണ് അതും നമ്മുടെ ചെവിയായിട്ട് യാതൊരു വ്യത്യാസമില്ല. തിരുനാമങ്ങൾ ജപിക്കാത്ത നാവ് ശരിക്കും തവളയുടെ നാക്ക് പോലെയാണ്, ഒരു ഉപയോഗമില്ല. അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. അപ്പൊ ഈ കിട്ടിയ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കിട്ടിയ ഈ പ്ലാറ്റ്ഫോമില് ഭഗവാന്റെ സേവനങ്ങൾ അനുഷ്ഠിച്ച് ഭഗവാനെ ശരണം പ്രാപിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരെ സേവിച്ച് ശരിയാവണ്ണം ഭഗവാന്റെ ആ സേവനം എന്താണെന്ന് മനസ്സിലാക്കി ശാസ്ത്രവിധി പ്രകാരം അത് അനുഷ്ഠിക്കുക. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനല്ല. ഭക്തി എന്ന് പറയുന്നത് നമ്മൾ തോന്നിയ പോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അത് ഭക്തിയാവില്ല, അത് ഭഗവാൻ സ്വീകരിക്കുകയില്ല. അത് നമ്മൾ അബദ്ധമായിട്ട് മാറി ചില സമയങ്ങളിൽ. അപ്പൊ ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമുക്ക് ശരി തെറ്റുകൾ അറിയണം. അതിന് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഗൈഡ് കൂടിയേ തീരും. അത് ഭഗവാന്റെ ഒരു ഉത്തമ ഭക്തൻ, ഭഗവാന്റെ ഒരു പ്രതിനിധി തന്നെയായിരിക്കണം. അതുകൊണ്ട് ഭഗവാൻ നമ്മൾ എല്ലാം തന്നെ അയച്ചിട്ട് നമ്മളിവിടെ അതൊന്നും ചെയ്യാതെ മായയിൽ അപകൃതജ്ഞാനായിട്ട് അസുരന്മാര്, ഭഗവാന്റെ ആ ഒരു അതീശത്വം അംഗീകരിക്കാത്തതെല്ലാം അസുരന്മാരാണ്. ഭഗവാന്റെ ആ ഒരു മേൽക്കോയ്മ, ഭഗവാൻ പരമപുരുഷനാണ്, ഈശ്വരനാണെന്ന് ഭഗവാൻ മനസ്സിലാക്കാതെ ഭഗവാൻ അനുസരിക്കാതിരിക്കുന്ന ആൾക്കാരുടെ ജന്മം വളരെ വേസ്റ്റ് ആണ്. ദുർലഭം മാനുഷോദേഹോ ദഹിന ക്ഷണഭങ്കുരം തത്രാപി ദുർലഭം മന്നെ വൈകുണ്ഠ പ്രിയദർശനം. 11ാം സ്കന്ധത്തിലെ ശ്ലോകമാണ്. നവി മഹാരാജാവ് നവയോഗേന്ദ്രന്മാരെ കാണുമ്പോൾ പറയുന്ന ശ്ലോകമാണത്. ഒരു വാക്യമാണത്. എന്താണ്? ഏത് സമയത്ത് വേണമെങ്കിലും നിലംപതിച്ചു പോകാവുന്ന ഈ ഒരു ഭൗതിക ശരീരം, അതിൽ മനുഷ്യ ശരീരം, അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. തഥാപി ദുർലഭമന്യേ, അത് കിട്ടിയിട്ടാണെങ്കിലോ തഥാപി ദുർലഭമന്യേ വൈകുണ്ഠ പ്രിയദർശനം, അതിലും വൈകുണ്ഠപ്രിയൻ. വൈകുണ്ഠം എന്ന് പറഞ്ഞാല് കുണ്ഠിതങ്ങള്, ആശങ്കകൾ ഇല്ലാത്ത ഒരു നാട്, അല്ല ഒരു ലോകം. വൈകുണ്ഠ, കുണ്ഠിതം എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലെ, ആശങ്കകൾ, ആൻസൈറ്റി. വൈകുണ്ഠം എന്ന് വെച്ചാൽ ഈ ആൻസൈറ്റി ഇല്ലാത്ത സ്ഥലം. ഇപ്പൊ ഭഗവാനും വൈകുണ്ഠ എന്ന് വിളിക്കാറുണ്ട്, നമ്മൾ അഭിസംബോധന ചെയ്യാറുണ്ട്. ഭഗവാന്റെ ധാമത്തിനും വൈകുണ്ഠ എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വൈകുണ്ഠ ലോകത്തിലേക്ക് നമ്മൾ ആ വൈകുണ്ഠപ്രിയ എന്ന് വെച്ചാൽ അപ്പൊ ആ ഭഗവാന്റെ പ്രിയ ഭക്തന്മാരെ ഒന്ന് കാണുന്നത് തന്നെ വളരെ എന്താ പറയാ അസുലഭമാണ് എന്ന് പറയാം. എന്ന് വെച്ചാല് ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരോട്ടുള്ള സത്സംഗം കിട്ടുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് കിട്ടുന്നതിന് വലിയ സുഹൃതമാണ്. ഒരു ലവമാത്ര സാധുസംഗം കിട്ടിയാൽ തന്നെ നമ്മൾ പരിശുദ്ധരായി തീരും എന്നാണ്. വളരെ ചെറിയൊരു നിമിഷം ഭക്തന്മാരോട് ശരിക്കും സത്സംഗം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെയും ഈ അജ്ഞാനവും മായയും ഒക്കെ മാറി നമ്മളും ഭഗവാന്റെ ഭക്തി സേവനം പഠിക്കുകയും വിജയശ്രീലാളരാവുകയും ചെയ്യും. പക്ഷെ ഒരു വളരെ ഗർവിഷ്ഠനായ ഒരാൾക്കൊരിക്കലും ശരണാഗതി ചെയ്യാൻ പറ്റില്ല. ഈ അഹങ്കാരം, ഈ ഒരു അഹം എന്നൊരു ഭാവം വന്നപ്പോഴാണ് നമ്മൾ അല്ലെ സ്വന്തമായിട്ട് നമ്മൾ ആസ്വദിക്കാനൊരു ആഗ്രഹം തോന്നുമ്പോഴാണ് ജീവാത്മാക്കള് ഈ ഭൗതികത്തിലേക്ക് വീഴുന്നത്. അപ്പൊ ശരി, ഭഗവാൻ പറയും ഇവിടെ ഇങ്ങനെ പറ്റില്ല, ചെറുതായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ശരിയാക്കിട്ടോ കറക്ഷൻ ചെയ്തിട്ട് വരാൻ പറയും അല്ലെ. നമ്മള് ഈ ഓഡിഷൻ ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ് അല്ലെ, ടെസ്റ്റ് നോക്കുമ്പോഴത്തേക്കും ഇത്ര പോരാ, അടുത്ത പ്രാവശ്യം നോക്കാം, ഒന്ന് പോയി ടെസ്റ്റ് ചെയ്തിട്ടാ. അപ്പൊ പിന്നെന്ത് ചെയ്യും, പോയിരുന്ന ആൾക്കാർ സാധനം ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. അതുപോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ ഭഗവാൻ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഭഗവാൻ നമുക്ക് എല്ലാ സൗകര്യങ്ങളും തന്നു. ഇവിടെ ജലം, മലിനജലം അല്ലെങ്കിൽ മലിനവായു, മലിനമായിട്ടുള്ള ഭൂമി ഒന്നുമല്ല നമുക്ക് തന്നത് ഭഗവാൻ എല്ലാം നന്നായിട്ട് തന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, മനുഷ്യന്മാർ അതിനെ മൊത്തം നശിപ്പിച്ച് മലിനപ്പെടുത്തി. എന്നിട്ട് പറയണം അയ്യോ എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നെട്ടോട്ടത്തിലാണ്. പക്ഷെ ഭഗവാൻ എല്ലാ സൗകര്യം ആദ്യമേ തന്നിട്ട് നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞത്, പ്രാക്ടീസ് ചെയ്തിട്ട് തിരിച്ചു പോവാം, ശരിയാക്കിയിട്ട് തിരിച്ചു പോവാന്ന് പറയും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് വേറെ എന്തൊക്കെയാണ്. ഇത് ഉദാഹരണം പറഞ്ഞാൽ ഈ മാർക്കറ്റിംഗ് സ്റ്റാഫുകൾക്കൊക്കെ, പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലൊക്കെ ആണെങ്കിൽ, കമ്പനി ഉയർന്ന പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ, മാനേജർ പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ കാറ് അല്ലെങ്കിൽ പെട്രോൾ അലവൻസ്, മൊബൈലിന്റെ കാശ്, ഫുഡ് അലവൻസ് എല്ലാം കൊടുത്തിങ്ങനെ വിടുകയാണ്. പക്ഷെ ഇവര് ശരിക്കും ജോലി ചെയ്യുന്നില്ല. വല്ല ബീച്ചിലും പോയിരുന്നല്ലേ, സിനിമയ്ക്കും പോയിരുന്നിട്ട്
അല്ല ചുറ്റിക്കറങ്ങി നടന്നിട്ട് എൻഡ് ഓഫ് ദ മന്ത് മാസാവസാനം ബിസിനസ് വരുമോ അങ്ങനെ ചെയ്താൽ? ചില അങ്ങനെ ചെയ്യുന്നവര് മിക്കവാറും മാനേജർ കൂടെ ഒരു ഫീൽഡ് വരുമ്പോഴത്തേക്ക് പിടിക്കപ്പെടും. കാരണം ഈ നമ്മൾ കാണുന്ന കസ്റ്റമർ അല്ലെങ്കിൽ ഡോക്ടറോ ആരാന്ന് വെച്ചാൽ ആ കസ്റ്റമർ നമ്മുടെ പരിചയം പോലും ഉണ്ടാവില്ല എന്ന് പറയാൻ പോലെയാണ്. നമുക്ക് ഭഗവാൻ എല്ലാം തന്നു വെച്ചു. ആ സമയം നമ്മൾ എന്ത് ചെയ്തു? ഭഗവാൻ തന്നു വെച്ച ഈ സുഖസുവിധങ്ങളൊക്കെ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കാൻ നമ്മളിങ്ങനെ സ്വന്തം താല്പര്യത്തിന് നമ്മൾ എന്താ പറയാ ആസ്വാദനത്തിന് നമ്മളിങ്ങനെ കൊണ്ടുനടക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പൊ എല്ലാ വേദശാസ്ത്രങ്ങളും തപസ്യകളും വ്രതങ്ങളും എന്ന് വേണ്ട എല്ലാ ക്രിയകളും ശരിക്കും പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കി അദ്ദേഹത്തെ ഗുണനാമ ലീലകൾ മനസ്സിലാക്കി അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകുക എന്നുള്ളതാണ് ഒറ്റ ലക്ഷ്യം. അതിനുവേണ്ടി വന്നൊരു പ്ലാറ്റ്ഫോം, നമുക്ക് തന്നൊരു എന്താ പറയുക ട്രെയിനിങ് സെന്റർ ആണ് ഈ ഭൂമി. ഇവിടെ അഹങ്കാരം കാണിച്ചു തന്നിട്ട് ഒരു കാര്യമില്ല. കാരണം അടുത്ത നിമിഷം എന്താണെന്ന് നമുക്ക് അറിയില്ല, അല്ലെ? ആർക്കും അറിയില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ എല്ലാ കാലം ഇവിടെ തന്നെ അങ്ങ് ജീവിക്കും, ഇവിടെ തന്നെ അങ്ങ് നിൽക്കും, അല്ലെ? യുധിഷ്ഠിരനോട് ആ യക്ഷപ്രശ്നത്തില് യക്ഷൻ ചോദിക്കുന്നതാണ്, അല്ലെ? ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിക്കുമ്പോൾ യുധിഷ്ഠിരൻ പറയുന്നതാണ് ദിവസം എന്താ പറയാ ഈ ജീവാത്മാക്കളെല്ലാം ദിവസം എന്താ അനേക സംഖ്യ ജീവാത്മാക്കൾ യമപുരിക്ക് പോകുന്നുണ്ട്, വലിയ മരണം സംഭവിക്കുന്നുണ്ട്. പക്ഷെ കൂടുതലൊരു മരിച്ചു വീഴുമ്പോഴും മനസ്സിലാക്കുന്നത് എനിക്ക് ഒരു മരണം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല. മരിക്കുന്ന ഈ മരണം എന്താ പറയാ അതൊരു നിശ്ചയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഈ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിക്കും ഇംഗ്ലീഷ് പറയുന്ന ബിക്കും ഒരു ഡിക്കും ഇടയിലുള്ള ഒരു സമയം, അല്ലെ? ഒരു ബർത്ത് ആൻഡ് ഡെത്ത് എന്ന് പറയുന്നത്, അല്ലെ? ജനനം മരണം, ഇതിനിടയ്ക്കുള്ള ഒരു സി, അതാണ് ചോയ്സ്. അപ്പം ബിയും ഡിയും ഒക്കെ ഇടയിലുള്ള ഒരു സമയമാണ് നമ്മുടെ ജീവിതം. അപ്പൊ അതിനിടയ്ക്കുള്ള ചോയ്സ്, സി ചോയ്സ്, നമ്മുടെ എന്താ പറയാ സെലക്ഷൻ, അല്ലെ? നമ്മുടെ സ്വന്തം തിരഞ്ഞെടുക്കലാണ് അതിൻ്റെ ഒരു നമ്മൾ തിരഞ്ഞെടുക്കണം ഏതാണ് നമുക്ക് വേണ്ടത്. വീണ്ടും ഒരു ജനനം ആണ് വേണ്ടത്, അല്ല തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്കാണോ വേണ്ടത് പോകേണ്ടതെന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നമ്മളിപ്പോ ഈ മരണപ്പെട്ട് ചിന്തിക്കുന്നില്ല. ഈ നമ്മൾ എന്നും എല്ലാ കാലവും ഇങ്ങനെ തന്നെ ഇരിക്കും. ഇതാണ് ഈ അഹങ്കാരത്തിന്റെ പ്രധാന കാരണം. ഞാൻ ഈ ഏത് സമയവും നിലംപതിക്കാവുന്ന ഒരു ശരീരമാണ് എന്റേത്, ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ്, എനിക്ക് ചെയ്യേണ്ട ഞാൻ ഭഗവാന്റെ നിത്യദാസനാണ്, ഞാൻ ഭഗവാന്റെ അംശമാണ്, എന്റെ ജീവര സ്വരൂപ കൃഷ്ണര നിത്യദാസ, അല്ലെ? ഏകലോ ഈശ്വര കൃഷ്ണ സഭാരഭൃത്യ, എല്ലാവരും ഭഗവാന്റെ ദാസന്മാരാണ്. ആ ദാസന്റെ കടമ എന്താണ്? ആ പരംപുരുഷനാണ് ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു ഭഗവത് സേവനം ഈ മനുഷ്യജന്മം കിട്ടിയ സമയത്ത് കൂടെ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ തന്ന റിസോഴ്സുകളെല്ലാം നശിപ്പിച്ചിട്ട് അവസാനം, അല്ലെ, നമ്മൾ ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. തന്ന സമയമൊക്കെ നശിപ്പിച്ചിട്ട് ഇനി സമയമില്ല, അല്ലെ? ഒരു എക്സാം എഴുതാൻ എക്സാം ഹാളിൽ 2 മണിക്കൂർ എക്സാം ആണെങ്കിൽ 1 മണിക്കൂറും 50 മിനിറ്റ് വരെ ഇങ്ങനെ നോക്കി വായി നോക്കി ഇരുന്നിട്ട് അവസാനം അയ്യോ എനിക്കിനിയും വേണം എഴുതണം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അപ്പൊ സമയം നോക്കി ആ സമയത്ത് എഴുതേണ്ട കാര്യങ്ങൾ എഴുതി വെച്ചാൽ നമുക്ക് എക്സാം പാസ്സാകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ എന്നാണ് ഈ ഭൂമിയിലേക്ക് മരിച്ചു വീഴുന്നത്, നമുക്ക് അറിഞ്ഞുകൂടാ ആർക്കും. പരീക്ഷിത് മഹാരാജാന് ഒരു 7 ദിവസമെങ്കിലും ഒരു ഉറപ്പുണ്ടായിരുന്നു, നമുക്കതുമില്ല. 7 ദിവസമാണോ 7 സെക്കൻഡ് ആണെന്ന് നമുക്കറിയില്ല, 7 മിനിറ്റ് ആണെന്ന് അറിയില്ല, ചിലപ്പോൾ 7 വർഷമാണെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കിട്ടിയ അവസരം എപ്പോഴാണ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ടാണ് നമ്മുടെ അടുത്ത ജന്മം അല്ലെങ്കിൽ അടുത്ത എന്താണെന്നുള്ളത് എന്താ പറയാ നമ്മുടെ വിധി തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ അഹങ്കാരം ഇതെല്ലാം മാറ്റി വിഷ്ണുവിനെ അല്ലെങ്കിൽ കൃഷ്ണനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിശുദ്ധനായിട്ടുള്ള പ്രതിനിധിയായിട്ടുള്ള ഗുരുവിനെയോ നമ്മൾ സമർപ്പണം ചെയ്ത് അദ്ദേഹത്തിന്റെ എന്താ ജ്ഞാനാർജനം ചെയ്യണം. അല്ലാതെ ഈ എല്ലാ എന്താ പറയാ നമ്മളിപ്പോ പറയും തമാശക്ക് പറഞ്ഞാല് പാലില്ലാതെ പാൽപ്പായസം ഉണ്ടാക്കുന്ന പോലെ ഇരിക്കും, അല്ലെങ്കിൽ ടൊമാറ്റോ ഇല്ലാതെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്ന പോലെ ഇരിക്കും. കാരണം ഈ സകല എന്താ പറയാ ശാസ്ത്രങ്ങളും വേദങ്ങളും അതുപോലെ തന്നെ ഈ ക്രിയാപദ്ധതികളും എല്ലാം ലക്ഷ്യം, ആദ്യത്തെ ലക്ഷ്യം കൃഷ്ണനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അതുകൊണ്ട് എന്താണ് ഒരു ഉപയോഗമില്ല. ഇതിന്റെ എല്ലാം ലക്ഷ്യം അതാണ്. പാലില്ലാതെ പാൽപ്പായസം ഉണ്ടാക്കുമ്പോൾ ഇരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ അതിന്റെ ഗുണം. പിന്നെ വീണ്ടും നമുക്ക് ചാൻസ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ശബ്ദബ്രഹ്മണി ഒരുവൻ വേദങ്ങൾ പഠിക്കുകയും അതേസമയം വിഷ്ണു ഭഗവാന്റെ ഭക്തനല്ലാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അയാൾ വൃഥാ സമയം പാഴാക്കുക. ഇവിടെ പ്രഭുപാദ് ഭാഗവത ശ്ലോകം കോട്ട് ചെയ്താണ് പറയുന്നത്.
അടുത്തത് ശ്ലോകം 258. തഥാപി ധാംബിക പടൂയ നമ്രണാഹി ഹയാ യഹാൻ തഹാൻ പ്രഭുര നിന്ദാഹാസീസേകരയാം. തഥാപി എന്നിട്ടും ധാംബിക അഹങ്കാരം, പടൂയ വിദ്യാർത്ഥികൾ, നമ്ര വിനീതർ, നാഹി ഇല്ല, ഹയ ആവുക, യഹാൻ എവിടെയും, തഹാൻ എല്ലായിടത്തും, പ്രഭുര ഭഗവാന്റെ, നിന്ദ കുറ്റാരോപണം, ഹാസി പരിഹാസം, സേ അവർ, കറിയ ചെയ്തു, നിവർത്തനം. പക്ഷെ അഹങ്കാരികളായ വിദ്യാർത്ഥി സമൂഹം വിനീതനായില്ല. നേരെ മറിച്ച് അവർ ഈ സംഭവം എല്ലായിടത്തും പറഞ്ഞ് പരിഹാസരൂപേണ മഹാപ്രഭുവിനെ വിമർശിച്ചു. ശ്ലോകം 259. സർവജ്ഞ ഗോസായി ജാനി സബര ദുർഗതി ഖരേ വാസി ചിന്തേത അസബര അവ്യഹതി. സർവജ്ഞ എല്ലാം അറിയുന്ന ഗോസായി ചൈതന്യ മഹാപ്രഭു ജയി അറിയുന്നു, സബാര ജാനി അറിയുന്നു, സബാര അവരുടെ എല്ലാം, ദുർഗതി അധപതനം, ഹറേ ഭവനത്തിൽ വസി ഇരിക്കുക, ചിന്ത ധ്യാനിക്കുക, ത അവരുടെ, സബാര എല്ലാവരുടെയും, അവ്യഹതി രക്ഷ വിവർത്തനം. സർവജ്ഞനായ മഹാപ്രഭുവിന് ഈ വിദ്യാർത്ഥികളുടെ അധപതനത്തെ കുറിച്ച് അറിയാൻ കഴിഞ്ഞിരുന്നു. അതിനാൽ അവരെ എങ്ങനെ രക്ഷിക്കാം എന്നാലോചിച്ചുകൊണ്ട് അദ്ദേഹം ഭവനത്തിലിരുന്നു. ഇതാണ് ഒരു വൈഷ്ണവന്റെ മനോഭാവം. എങ്ങനെ ആയിരിക്കണം? ആരോടും അവർക്ക് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യവും ദേഷ്യമൊന്നും പകയും സൂക്ഷിക്കില്ല. പക്ഷെ ഭഗവാൻ വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ഭക്തന്മാർക്ക് വിരുദ്ധമായിട്ടോ ഒക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു അവരുടെ ആ ഒരു തെറ്റിനെ തിരുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർ നശിച്ചു പോകണം അങ്ങനെയൊന്നും ഒരിക്കലും ഒരു ഭക്തൻ ചിന്തിക്കാൻ പറ്റില്ല. മറ്റ് എല്ലാവരുടെ ഒരു വൈഷ്ണവൻ എപ്പോഴും അല്ലെ പരദുഃഖ ദുഃഖിയാണ് വൈഷ്ണവൻ. ഇവിടെ ഭഗവാൻ ഒരു ഭക്തന്റെ രൂപത്തിലും കൂടെ ആണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ ഒരു ഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്ന് കൂടെ ഭഗവാൻ ഇവിടെ കാണിച്ചു തരികയാണ്. നമ്മൾ ദേഷ്യവരും എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാലും നമ്മൾ മിക്കവാറും നമുക്ക് സ്നേഹമുള്ള ഉണ്ടാവില്ല, അല്ലെങ്കിൽ കാരുണ്യം ഉള്ളതുകൊണ്ട് നമുക്ക് ദേഷ്യം വരുന്നു. തെറ്റായിട്ട് ചെയ്യുമ്പോൾ ഇവൻ തെറ്റായിട്ട് ചെയ്യുന്നല്ലോ, ഇവള് തെറ്റായിട്ട് ചെയ്യുന്നല്ലോ, അത് കറക്റ്റ് ചെയ്യണം. പക്ഷെ ചില സമയം നമ്മൾ ആ ഒരു റിയാക്ഷൻ കൊണ്ട് ചിലപ്പോൾ അത് വേറെ രീതിയിലോട്ട് പോകും. നമ്മൾ ചെയ്യുന്ന ആ ഒരു വാക്കുകളുടെ ടോൺ വ്യത്യാസം കൊണ്ടോ അതൊരു വേറെ രീതിയിലോട്ട് പോകും. അങ്ങനെ ഇത് ഉണ്ടാവുമെന്നല്ലാതെ നമുക്ക് ഇങ്ങനെ ആരോടും വലിയ വ്യക്തിപരമായിട്ട് വൈരാഗ്യം ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഒരാൾ ഭഗവാനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ഗുരുവിനെ പറ്റിയോ അല്ലെങ്കിൽ ഭഗവാനെ പറ്റി തെറ്റായിട്ട് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അത് സ്വാഭാവികമാണ്. അപ്പൊ എന്ന് വെച്ചാൽ അവർ നശിച്ചു പോകണമെന്നല്ല നമ്മൾ പറയുന്നത്. ആ ദേഷ്യപ്പെട്ടവരെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആ ഒരു നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതി ചിലപ്പോൾ കുറച്ച് കടുത്ത് ആയിരിക്കും മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ മഹാപ്രഭുവിടെ ചിന്തിക്കുകയാണ്, ഈ വിദ്യാർത്ഥികൾ എങ്ങനെ ശരി ഇവന്മാരുടെ ഈ എന്താ പറയാ ഈ ഇവരുടെ ഒരു തെറ്റായിട്ടുള്ള ഇത് കാരണം ഈ മഹാപ്രഭുവിന് അപരാധം പറഞ്ഞവരെല്ലാവരുടെയും ബുദ്ധി നശിച്ചു പോയി, മന്ദബുദ്ധികളായി പോയി. അപ്പോ അത്രയും പഠിച്ച ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ പഠനത്തിന്റെ ഇപ്പൊ ഞാൻ തൊട്ടും പറഞ്ഞ പോലെ തന്നെ അത്യന്ത ലക്ഷ്യം എന്താണ്? ഭഗവാൻ പരമപുരുഷനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു തലത്തിലേക്ക് വരാൻ പറ്റില്ല പിന്നെ പഠിച്ചുകൊണ്ടൊന്നും ഒരു ഉപയോഗമില്ല. മന്ദബുദ്ധി തുല്യം തന്നെയല്ലേ, ഭഗവാനെ മറന്നുപോയല്ലേ. അപ്പൊ അവരെങ്ങനെ രക്ഷിക്കുക എന്നുള്ളതാണ് മഹാപ്രഭുവിന്റെ ഒരു ഇത്. നമ്മൾ നേരത്തെ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഈ എന്താ പറയുക, നമ്മളാരും മരിക്കില്ല, തൊട്ട് മുമ്പ് നിൽക്കുന്ന ആൾക്കാർ മരിച്ചു വീഴുമ്പോൾ നമ്മൾ പിന്നെ അടുത്തതിലേക്കുള്ള തിരക്കിലാണ് നമ്മള്. നമ്മള് പണ്ട് 10ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഒരു രാമായണ കിളിപ്പാട്ടിന്റെ ഒരു ഭാഗം ലക്ഷ്മണോപദേശം 10ലാണെന്ന് തോന്നുന്നു. പലരും കേട്ട് വായിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും അല്ലെ? കാലാഹിന പരിഗ്രസ്തമാം അല്ലെ, ഒരു ലക്ഷ്മണോപദേശം ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്നുണ്ട്, ചക്ഷുശ്രവണകളസ്തമാം ദർദരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ കാലാഹിന പരിഗ്രസ്തമാം അങ്ങനൊരു വരികളുണ്ട്. അങ്ങനെ അതായത് ചക്ഷുശ്രവണകളസ്തമാം ദർദരം, ചക്ഷുശ്രവണം എന്ന് വെച്ചാൽ പാമ്പ്. ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ. ഭോഗങ്ങൾ തേടുന്നു. അതെ, ആ വരി ഞാൻ മറന്നുപോയി. അതായത് നമ്മൾ ഈ കാലമാകുന്ന പാമ്പിന്റെ വായ്ക്കത്തിരിക്കുകയാണ് നമ്മൾ. എന്നിട്ടും ഈ പാമ്പിന്റെ വായ്ക്കത്തിരിക്കുന്ന തവള ഭക്ഷണം അന്വേഷിക്കുമ്പോൾ നമ്മുടെ അവസാനം വരികയാണ്. അതിനു മുമ്പ് നല്ലതായിട്ട് നമ്മുടെ അടുത്ത ഈ ഒരു എന്താ ഭൗതിക ജീവിതം അവസാനിച്ച് നല്ലൊരു ആധ്യാത്മിക ലോകത്തിലേക്ക് എത്തേണ്ട ആ ഒരു സമയം നമ്മളിവിടെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് 2 ദിവസം മുമ്പ് പറയണ്ടായി, ആൾക്ക് ഫ്ലൈറ്റാണ് കമ്പനി ബുക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നത്. പക്ഷെ ആള് പറഞ്ഞു ഇത് വേണ്ട, ഈ ഫ്ലൈറ്റിന്റെ അപകടം കണ്ട അടുത്ത ദിവസമാണേ. അപ്പൊ ഇനി എനിക്ക് ട്രെയിൻ മതിച്ച് ട്രെയിനാണ് ബുക്ക് ചെയ്യിപ്പിച്ചത്. ആൾക്ക് വേണമെങ്കിൽ നല്ല കൂടിയ ഫ്ലൈറ്റിൽ കമ്പനി ബുക്ക് കൊടുക്കും യാത്ര. പക്ഷെ വേണ്ട,
ഫ്ലൈറ്റ് തകർന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കൂ, ആ ഫ്ലൈറ്റ് തകർന്ന് വീണപ്പോഴ് ഫ്ലൈറ്റ് യാത്രികർ മാത്രമല്ല മരിച്ചത്. അവിടെ ഹോസ്റ്റലില്, മെഡിക്കൽ കോളേജ് ഹോസ്റ്റലില് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് 40 പേരും കൂടെ മരിച്ചു. അപ്പൊ അവർ ഫ്ലൈറ്റ് യാത്രയായിട്ടാണ് മരിച്ചത്. ഓ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ സമയമാകുമ്പോ നമ്മള് ഏത് വഴിയെങ്കിലും നമ്മുടെ ജീവിതം അവസാനിക്കും. അതിന്റെ കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തമാശക്ക് തിരുവനന്തപുരത്ത് പറയും, കാലം പഴിയേക്കൂല എന്ന് പറയും. അതായത് ഈ മരണത്തിന്റെ കാരണം പല കാരണം, കാലം നേരിട്ട് പഴിയേക്കൂല. നമ്മളെപ്പോഴും എന്താ പറയാ, ആ കാരണത്തിന് മാത്രമേ നമ്മൾ എപ്പോഴും പഴിക്കുള്ളൂ. ഇന്ന കാരണം കൊണ്ടാണ് മരിച്ചത് എന്ന് പറയും പോലെ ഈ മരണം എപ്പോഴായാലും നമ്മളെ പിടികൂടും. ഏത് സമയവും നമ്മളെ ഈ ഒരു നാടകം അവസാനിക്കാം. എപ്പോ വേണമെങ്കിലും കർട്ടൻ വീഴാം, ലാസ്റ്റ് ബെല്ല് അടിക്കാം എപ്പോ വേണമെങ്കിലും. നമ്മൾ ചില മോൾസിലൊക്കെ പോകുമ്പോഴത്തേക്കും കണ്ടിട്ടില്ലേ, വിദേശത്താണ് കൂടുതലും, ഈ പെട്ടെന്ന് ഒരു ഓഫർ ബെല്ലടിക്കും. അടുത്ത ബെല്ലിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യ സാധനമൊക്കെ നിങ്ങൾക്ക് അവർ പറഞ്ഞ ഓഫർ സാധനങ്ങൾ എടുക്കാം. പക്ഷെ നമുക്ക് അറിഞ്ഞൂടെ എപ്പോഴാണ് ബെല്ല് അടിക്കാൻ പോകുന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു ബെല്ല്, 2 ബെല്ലുകൾക്കിടയിലുള്ള ഒരു സമയമാണ്. ജനനം മരണം 2 ബെല്ല്, അതിനിടയ്ക്കുള്ള ഒരു ടൈം മാത്രമേ ഉള്ളൂ നമുക്ക്. ആ സമയം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള നമ്മുടെ സ്വന്തം ബുദ്ധിയും നമ്മുടെ യുക്തിയുമാണത്. പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് ഈ എന്താ പറയാ, ആഹാരനിദ്ര ഭയമേതുനഞ്ച സാമാന്യമേത പശുപുർ നരാണം ധർമ്മോധികേശോ അധിക വിശേഷോ ധർമ്മേനഹീന പശുപുർ സമാനം. മറ്റ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യനുള്ള വ്യത്യാസം ധർമ്മം അധർമ്മം എന്താണെന്ന് തിരിച്ചറിയുള്ള ബുദ്ധിയും കഴിവും ഭഗവാൻ, വിവേകം അല്ലെ, തിരിച്ചറിവെന്ന് അല്ലെ, വേർതിരിച്ചറിയുള്ള കഴിവ് തന്നിട്ടുണ്ട് നമുക്ക്. അത് ഉപയോഗപ്പെടുത്തി ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോവാതെ ഇവിടെ ചുറ്റിക്കറങ്ങി തിരിഞ്ഞ് നടന്നു കഴിഞ്ഞാല് നമുക്കാ നഷ്ടം. അല്ല, ഭഗവാനെ പ്രതി നഷ്ടപ്പെടാനൊന്നുമില്ല. അദ്ദേഹം നമ്മൾ വീണ്ടും 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 നമുക്ക് ചാൻസ് തന്നുകൊണ്ടിരിക്കണം. പക്ഷെ നമ്മളെന്താ, നമ്മളതെല്ലാം അല്ലെ, നമ്മളെപ്പോഴും അങ്ങനെയല്ലേ. സ്കൂളിൽ പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് മാർക്ക് പറയുമ്പോ അങ്ങനെയാണ്, അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ 50-ന് 50 വാങ്ങിച്ചിരിക്കും കേട്ടോ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന പോലെയാണ്. നമുക്ക് ഈ ഭഗവാൻ കുറെ ചാൻസ് തന്നു, എത്രയോ എക്സാംസ് ഭഗവാൻ നമുക്ക് തന്നു. നമ്മളതിനെ ഒന്നും വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ഇവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത് നമ്മളിങ്ങനെ. അപ്പൊ ഈ ശരീരം എപ്പോ വേണമെങ്കിലും നശിച്ചു പോകാം. അപ്പൊ ആ ഒരു രണ്ട് ജനനം മരണം എന്ന 2 പോയിന്റുകൾക്കിടയിലുള്ള ഒരു ചെറിയൊരു യാത്ര, അത് എങ്ങോട്ട് വേണം എങ്ങനെ വേണം എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. ഭഗവാന് അസൂയയും അല്ലെങ്കിൽ അങ്ങനത്തെ എന്താ പറയാ അനർത്ഥങ്ങളും കൊണ്ട് നടന്ന ഒരിക്കലും ഭഗവാന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലത്തെ അഹങ്കാരം, ഞാൻ എന്തിനു നമസ്കരിക്കണം, ഞാൻ ഒരാൾ എന്തിനാണ് ആളുടെ അറിവ് നേടണം, എനിക്കെല്ലാം അറിയാം. 3 തരത്തിലുള്ള ആൾക്കാരെ പറ്റി ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ഒന്ന്, എനിക്കെല്ലാം അറിയാമെന്ന് ചിന്തിക്കുന്ന ഒരാൾ. രണ്ടാമത്തെ വിഭാഗം, എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന് അറിഞ്ഞ ഒരാള്. എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന് അറിയാത്ത ഒരാള്. അങ്ങനെ 3 തരത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലെ. ഈ അഹങ്കാരം, രാവണനെ ഹിരണ്യകശിപുവിനെ പോലത്തെ ആൾക്കാരൊക്കെയാണ് തനിക്കൊന്നും അറിഞ്ഞുകൂടാന്നുള്ളത് പോലും അറിയാത്ത വ്യക്തിത്വങ്ങൾ അല്ലെ. എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ച ഭക്തന്മാരും ഒരുപാടുണ്ട്. എല്ലാം അറിഞ്ഞ് ജ്ഞാനത്തോടുകൂടി ഭഗവാനെ എന്താ പറയാ കിട്ടിയ ജ്ഞാനത്തിനെ പരിപൂർണ്ണമായിട്ട് ഉപയോഗിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോയ ആൾക്കാരുമുണ്ട്. അപ്പൊ ഇതിൽ ഏത് ഗ്രൂപ്പിൽ പെടണം നമ്മൾ തീരുമാനം, നമ്മുടെ ചോയ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബി ഡി എന്ന് പറഞ്ഞ 2 പോയിന്റുകളുടെ ഇടയ്ക്കുള്ള ഒരു സി ചോയ്സ്, അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഭഗവാൻ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ, പരമാത്മാവിന്റെ ഹൃദയത്തിലിരിക്കുന്ന ആ ഭഗവാൻ നമുക്ക് നിർദ്ദേശം തരും. പക്ഷെ അദ്ദേഹം നമ്മളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അങ്ങനെ ഇടപെടാറില്ല. നമുക്കറിയാം, എപ്പോഴും നമ്മൾ പറയാനുള്ള കാര്യമാണ്. നമുക്ക് തന്ന ചോയ്സുകളുണ്ട്, നമുക്ക് അത് തീരുമാനിക്കാം. അല്ല ഭഗവാൻ ഇത് ചെയ്യുന്ന നമ്മളങ്ങനെ നിർബന്ധിച്ചൊന്നും ചെയ്യിക്കില്ല. ഭഗവാന്റെ സാക്ഷിയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ അല്ലെ 2 പക്ഷികൾ, ഒരു മരത്തിന്റെ ചില്ലയിലിരിക്കുന്ന 2 പക്ഷികളായിട്ടാണ് ഉപനിഷത്തുകള് കഠോപനിഷത്തൊക്കെ പറയുന്നത്. 2 സമാന വശത്തിരിക്കുന്ന 2 പക്ഷികളാണ്. ഒരു പക്ഷി പരമാത്മാവും ഒരു പക്ഷി ജീവാത്മാവും. ഈ ജീവാത്മാവെന്ന പക്ഷി ഈ ജ്ഞാനമൊന്നും എന്താ പറയാ, ഒരു അജ്ഞതയില് ആ മരത്തിലുള്ള ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൗതികതയായിട്ടുള്ള രസങ്ങൾ അനുഭവിച്ച് അതിൽ മതിമറന്നിരിക്കുകയാണ്. പക്ഷെ അത് ആ ശ്ലോകം തന്നെ പറയുന്നുണ്ട്, എപ്പോഴാണോ ഇതൊക്കെ ഭഗവാൻ അവിടെ നോക്കിയിരിക്കണം ഒരു സാക്ഷിയായിട്ട്. ഭഗവാൻ എന്ന് പറയുന്നത് മറ്റൊരു പക്ഷി, പരമാത്മാവ്. എപ്പോഴാണോ ഈ ജീവാത്മാന്റെ പക്ഷി ഈ മറ്റു ഫലങ്ങള് ഭക്ഷിച്ച് അതിന്റെ രുചി ണ്ടിരിക്കുന്ന ആ രുചി വിട്ടിട്ട് പരമാത്മായുടെ ഭഗവാൻ നേരെ തന്റെ മുഖം തിരിച്ച് അന്ന് തീരുന്നു, ആ നിമിഷം അവിടെ ഫുൾ സ്റ്റോപ്പ് വീഴാണ് ഇയാളുടെ ദുരിതത്തിന്. പക്ഷെ അത് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അടുത്ത ശ്ലോകം 260. എത്രാധ്യാപക ആരാ താന്റെ ശിക്ഷഗണ ധർമ്മി കർമ്മി തപോനിഷ്ഠ നിന്ദക ദുർജന. എല്ലാ അധ്യാപകർ ആരാ താൻ അവർ
ശിഷ്യഗണ വിദ്യാർത്ഥികൾ ധാർമ്മികമായ ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നവർ. കർമ്മി ഫലേച്ഛ കർമ്മങ്ങൾ നിർവഹിക്കുന്നവർ. തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നവർ. നിന്ദിക്കുന്നവർ. ദുർജന ദുഷ്ടന്മാർ. വിവർത്തനം. അധ്യാപകരെന്നും ശാസ്ത്രജ്ഞന്മാരെന്നും പറയപ്പെടുന്ന അവരുടെ വിദ്യാർത്ഥികളും പൊതുവെ ധർമ്മത്തിന്റെയും കർമ്മത്തിന്റെയും തപശ്ചര്യകളുടെയും നിഷ്ഠകൾ പിന്തുടരുന്നവരാണ്. പ്രഭു ചിന്തിച്ചു. എങ്കിലും അതേസമയം അവർ നിന്ദകരും ദുഷ്ടരുമാണ്. എന്നുവെച്ചാൽ ഇവര് ഈ ചെയ്യുന്ന കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ജ്ഞാനയജ്ഞങ്ങളും കൊണ്ട് എന്താ പ്രയോജനം? വൈകുന്നേരം വരെ വെള്ളം കോരിട്ട് കുടയിട്ട് ഉടയ്ക്കും പോലെയാണ്. ഒരു ഉപയോഗവും ഇല്ല. ഭാവാർത്ഥം. ഭക്തിയുടെ സേവനത്തെ കുറിച്ച് ഒരു അറിവുമില്ലാത്ത ലൗകികരെ കുറിച്ചുള്ള ഒരു വർണ്ണന എവിടെ കാണാം? അവർ വളരെ ധാർമ്മികരും തങ്ങളുടെ കർമ്മം നിർവഹിക്കുന്നവരും തപോനിഷ്ഠകൾ അനുഷ്ഠിക്കുന്നവരായിരിക്കാം. എങ്കിലും പരമദിവ്യത്വ പുരുഷൻ നിന്ദിക്കുന്ന പക്ഷം അവർ ദുർജനങ്ങളാണ്. ഹരിഭക്തി സുധോദയത്തിൽ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭഗവത് ഭക്തിഹീനസ്യ ജാതിശാസ്ത്രം ജപസ്തവ അപ്രാണസ്യവ ദേഹസ്യ മണ്ഡനം ലോകരഞ്ജനം. ഞാൻ നേരത്തെ പറഞ്ഞു തുടക്കത്തില്. മണ്ഡനം ലോകരഞ്ജനം. അവർ ഭക്തിഭരിത ഭഗവത് സേവനത്തെ കുറിച്ച് അറിവില്ലാത്തവരാണെങ്കിൽ അവരുടെ മഹത്തായ ദേശീയത, ഫലേച്ഛ കർമ്മങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, തത്വശാസ്ത്രം ഇവയെല്ലാം ഒരു മൃതശരീരത്തെ അലങ്കരിക്കുന്ന വില കൂടിയ വസ്ത്രങ്ങൾ പോലെ മാത്രമാണ്. ഈ തത്വങ്ങൾ പാലിക്കുന്ന വ്യക്തികളുടെ ഏക അപരാധം അവർ ഭക്തരല്ല എന്നുള്ളതാണ്. അവർ എല്ലായ്പ്പോഴും ഭഗവാനെയും ഭഗവത് ഭക്തന്മാരെയും നിന്ദിക്കുന്നവരുമാണ്. അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി. പരമപുരുഷനുള്ള ഭഗവാനെ മനസ്സിലാക്കുകയോ ഭഗവാനെ മുൻനിർത്തി ചെയ്യാത്ത യാതൊരു കർമ്മങ്ങളും നമ്മുടെ ആത്മീയമായിട്ട് ഉന്നതിയിലേക്ക് എത്തിക്കില്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിന്റെയും പ്രവൃത്തിയുടെയും ജ്ഞാനത്തിന്റെയും തപസ്സിന്റെയും വ്രതത്തിന്റെ എല്ലാം ആത്യന്തിക ലക്ഷ്യം പരമപുരുഷനുള്ള ഭഗവാനെ മനസ്സിലാക്കി ആ പരമപുരുഷനെ നമ്മൾ ശരണം പ്രാപിച്ച് എന്താ പറയാ അദ്ദേഹത്തിന്റെ പ്രതിനിധികളുടെ സഹായത്തിലൂടെ ഗൈഡൻസോട് കൂടി നമ്മൾ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ വീണ്ടും ഒരു ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കാതെ നേരെ വൈകുണ്ഠ ഒരു കുണ്ഠിതങ്ങളില്ലാത്ത ആ ഒരു ഭഗവാന്റെ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത നമ്മൾ എടുക്കണം. അതിനുള്ള ഒരു എന്താ പറയാ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാറ്റ്ഫോമാണത്, ഒരു സ്ഥലമാണ്. ഇവിടെ ആരാണ് ഏറ്റവും കൂടുതൽ ദുർഗുണൻ ആവാന്നുള്ള ഒരു മത്സരമല്ല. നമ്മൾ എങ്ങനെ സ്വയം ഇത് ശരിയാക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വയം കറക്ഷൻ, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു തിരുത്തൽ, ഒരു ഉയർച്ച, അതാണ് നമ്മൾ നേടേണ്ടത്. ഒരു സ്ഥലത്ത് ഒരു മഹാരാജ വന്ന ഒരു സന്യാസി, ഒരു സീനിയർ ഭക്തനാണ്. അദ്ദേഹം വന്നിട്ട് ജപത്തിന്റെ ഒരു ക്ലാസ് നടത്തി. എങ്ങനെ ജപിക്കണം, എങ്ങനെയാണ് ജപിക്കേണ്ട രീതി എന്നൊക്കെ ഒരു സെമിനാർ നടത്തി. അതിനുശേഷം അമ്പലത്തിൽ ഇപ്പൊ ഒരാഴ്ചയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ ജപത്തിന് ഓരോ അടിയാണെന്നാണ് പറയുന്നത്. നീ ചെയ്യുന്ന ശരിയല്ല ഞാൻ അങ്ങനെയാണ്. പക്ഷെ ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണ്? ഈ ഒരു കോഴ്സ് അറ്റൻഡ് അല്ലെങ്കിൽ ഒരു ജപത്തിന്റെ ഒരു കോഴ്സ് അറ്റൻഡിന്റെ പ്രാധാന്യം എന്താണ്? സ്വയം ഞാൻ എങ്ങനെ എത്രത്തോളം ശരിയാക്കുന്നുണ്ട്, ഞാൻ ശരിയാണോ, എനിക്ക് എന്തൊക്കെ കറക്ഷൻസ് വരുത്താനുണ്ട് എന്ന് ഇതിനുവേണ്ടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ പോയിട്ട് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനല്ല നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. നമ്മൾ സ്വയം എന്താ പറയുക ആത്മപരിശോധനയാണ് നടത്തേണ്ടത് ഒരു കാര്യത്തിൽ. എങ്കിലും നമുക്ക് ആധ്യാത്മികമായിട്ട് പുരോഗമിക്കാൻ പറ്റും. മറ്റുള്ളവരുടെ കാര്യം അവർ നോക്കിക്കോളും. നമ്മൾ ആദ്യം സ്വയം ശക്തി പ്രാപിക്കുക ആത്മീയമായിട്ട്. നമ്മൾ പിന്നെ ആ ഒരു പരിശുദ്ധിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരാളുടെ തെറ്റ് നമുക്ക് ചൂണ്ടിക്കാണിച്ച് ഗൈഡ് ചെയ്യാം ആ ഒരു ലെവലിൽ എത്തുമ്പോൾ. അല്ലാതെ നമ്മുടെ ലക്ഷ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കുറ്റം ചോദ്യം ചോദിക്കാൻ പറ്റുന്ന പോലെ തന്നെ രണ്ടു തരത്തിലുള്ള ആൾക്കാരുണ്ട് ഈ കുറ്റം പറയുന്നത്. ഒന്ന് നമ്മൾ നന്നാക്കാനുള്ള ആഗ്രഹം കൊണ്ട് കുറ്റം പറയുന്നവരുണ്ട്, വെറുതെ നമ്മൾ തളർത്താനായിട്ട് പറയുന്നവരുണ്ട്. അപ്പം നമ്മളത് മനസ്സിലാക്കുക. അങ്ങനെ ഒന്നും അല്ല. നമ്മുടെ സ്വയം ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ശുദ്ധീകരണം, ആത്മശുദ്ധീകരണത്തിനുള്ള ഒരു പാതയാണ് നമ്മൾ ഈ കൃഷ്ണാബോധം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഭക്തിമാർഗം, ഭക്തിയോഗ, ബുദ്ധിയോഗ എന്നൊക്കെ പറയണത് ആത്മശുദ്ധീകരണത്തിനുള്ള ഒരു പാതയാണ്. അവിടെ നമ്മൾ സ്വയം നമ്മളെ ഭഗവാനിലേക്ക് എത്ര അടുപ്പിക്കാൻ പറ്റുമോ അതിനുള്ള എന്തൊക്കെ എന്താ പറയാ പ്രക്രിയകളുണ്ടോ അതൊക്കെ നമ്മൾ ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരുടെ എന്താ ഗൈഡൻസ്, മാർഗനിർദ്ദേശത്തിൽ കൂടി നമ്മൾ അനുഷ്ഠിച്ച തീർച്ചയായിട്ടും നമുക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം നമുക്ക് കിട്ടും. ഈ ജന്മം തന്നെ നമുക്ക് തിരിച്ച് പോയി ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തി സേവനങ്ങൾ അനുഷ്ഠിക്കാനും നമുക്ക് സാധിക്കും. ഇപ്പൊ നമ്മളിന്ന് 260-ാം ശ്ലോകത്തിൽ നിർത്തുകയാണ്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതിൽ
എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ആവാം. നമുക്ക് കുറച്ച് മിനിറ്റുകളുണ്ട് ഇനിയിപ്പോൾ. ഹരേ കൃഷ്ണ. Hare Krishna, Krishna, Prabhu. Ishwar. Thank you, Prabhu. Hare Krishna. Hare Krishna, Prabhu. Thank you. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടെങ്കിൽ ആവാം, സമയമുണ്ട്. 2-3 മിനിറ്റ് നമുക്ക്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ മാതാജി നിർത്താം നമുക്ക്. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി. നിർത്താം, Prabhu. നിർത്താം. ഹരേ കൃഷ്ണ. Thank you, Prabhu. Thank you. Hare Krishna.